ചാനൽ സാൻഡ്രിയാസ് വേൾഡ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് കറിയും നാടൻ പത്തിരിയുമാണ്. നമുക്കിനി പത്തിരിക്ക് ആവശ്യമുള്ള മാവ് മിക്സ് ചെയ്ത് വെക്കണം. അതിനായിട്ട് നമ്മൾ ഒരു 2 കപ്പ് മൈദയും ഒരു 6 കപ്പ് പുഴുക്കലരിയുടെ അല്ലെങ്കിൽ മൂടരി എന്ന് പറയും, അല്ലെങ്കിൽ പുഴുക്കലരിയുടെ പുട്ടിൻ്റെ പാകത്തിന് പൊടിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പുഴുക്കലരിയുടെ പൊടി അതൊരു 6 കപ്പും 2 കപ്പ് മൈദയും ഒരു 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകവും ആവശ്യത്തിന് ഉപ്പും കൂടി തിളച്ച വെള്ളത്തിൽ ഈ ഒരു പാകം കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കുക. അപ്പോൾ ഈ മിക്സ് ചെയ്ത ഈ മിശ്രിതം നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ നമ്മുടെ മാവ് ഒന്ന് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. നമ്മൾ പോർക്ക് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഈ ഒരു വലുപ്പത്തിൽ കണ്ടു, ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ പോർക്ക് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഒരു മണിക്കൂർ ഞാൻ മൺചട്ടിയിലാണ് ഇപ്പോൾ വേവിച്ചിട്ടുള്ളത്. ഒരു മണിക്കൂർ മൺചട്ടിയിൽ വേവിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം പറ്റിയിട്ടുണ്ട്. ഒരു മണിക്കൂർ വേവിച്ചാൽ നമുക്ക് ഈ മൺചട്ടി വേവിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ വേവിക്കാം. കുക്കറിൽ ഒരു 2 വിസിൽ 3 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കുക്കറിലും വേവിക്കാം. പക്ഷേ അതിനേക്കാളും നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുക മൺചട്ടിയിൽ വേവിച്ചാലാണ്. അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ പോർക്കിൽ അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും മാത്രം ചേർത്ത് ഒരു അല്പം വെള്ളം ഒഴിച്ച് ഈ മൺചട്ടിയിലിട്ട് ഒരു മണിക്കൂർ നമ്മൾ വേവിച്ച് വെച്ച പോർക്കാണ് ഇത് നമ്മളിനി റോസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനാവശ്യമായിട്ട് നമുക്കിത് കറിയാക്കാനായിട്ട് ആവശ്യമുള്ള ഓയിൽ നമ്മൾ ഒഴിക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ചേർക്കണം. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാനിതിലേക്ക് ഇത് വഴറ്റുവാനായിട്ട്, ഇതിനുള്ള മസാലകൾ വഴറ്റുവാനായിട്ടുള്ള ഓയിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒരു 4-5 ടേബിൾ സ്പൂൺ മാക്സിമം, അത് മതിയാവും. അത്രയും ഓയിൽ നമ്മൾ ആദ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇനി ഇതിലേക്ക് വഴറ്റുവാനായിട്ട് പോർക്കിന് വഴറ്റുവാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് നാളികേരം ചെറുതായിട്ട് കണ്ടു, ഈ ഒരു വലുപ്പത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ നാളികേരം, പിന്നെ പച്ചമുളക് ഒരു 4 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ പീസ്, വെളുത്തുള്ളി 1-2 വെളുത്തുള്ളി നമുക്ക് എടുക്കാം, പിന്നെ സവാള ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞ സവാള, നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില. ഇത്രയുമാണ് ആദ്യമായിട്ട് നമുക്കിതിന് വഴറ്റി ചേർക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് തേങ്ങ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത തേങ്ങയാണ് ആദ്യം അതിലിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ഞാൻ അത്യാവശ്യം വീട്ടിലുള്ള എല്ലാ പാചകത്തിനും വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ആദ്യമായിട്ട് ഞാൻ ഈ തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത തേങ്ങ ഒന്ന് അതിൽ ഒന്നിട്ട് വഴറ്റിയെടുക്കുകയാണ്. വഴറ്റുന്ന ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോൾ നമ്മൾ ഇതൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കണം. ഈ ഒരു കളറ് ആകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരി മാറ്റിയെടുക്കാം. അടുത്തേക്കാണ് കുട്ടിയെങ്കിൽ കാണിക്കുന്നത്, ചീൻചട്ടിയാണ്. വറുത്ത് കോരി മാറ്റിയതിന് ശേഷം തേങ്ങ വറുത്ത് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും എണ്ണയിലേക്ക് ഇടുകയാണ്. അങ്ങനെ അതും ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഏകദേശം ഒന്ന് മൂപ്പായിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു രീതിക്ക് നമുക്ക് ഇതിനകത്തേക്ക് സവാള ഇടാം. നമ്മൾ ഏകദേശം പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എന്നിവ വഴണ്ടി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ സവാള കട്ട് ചെയ്തത് ബാക്കിയുള്ള ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു നല്ല പോലെ ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ആവശ്യത്തിന് സവാള വഴണ്ടി കിട്ടാൻ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് മതിയാവും. ഏകദേശം നമ്മുടെ സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഈ മസാലകളെല്ലാം നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി,
മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യണം. 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, ബീഫ് മസാല ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടിയാണെങ്കിൽ ഉപയോഗിക്കാം. ഞാനിത് വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ്. നമുക്ക് ബീഫ് മസാല ഉപയോഗിക്കാം. ബീഫ് മസാല നമ്മൾ പൗഡർ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 1.5-2 ടേബിൾ സ്പൂണോളം ഉപയോഗിക്കാം. ഇത് വീട്ടിൽ പൊടിച്ചതുകൊണ്ട് നല്ല സ്മെല്ലുള്ളതുകൊണ്ടും നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടും ഞാനിത് 1 ടേബിൾ സ്പൂണാണ് യൂസ് ചെയ്യുന്നുള്ളൂ. മുളക് പൊടി ഏകദേശം നമ്മളൊരു 1.5-2 ടേബിൾ സ്പൂൺ എടുത്തിരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടി അധികം ചേർത്തിട്ടില്ല. കാരണം നമ്മൾ പോർക്കിനകത്ത് കുരുമുളകാണ് കൂടുതൽ ഉപയോഗിക്കുക. അതുകൊണ്ട് ഞാനിവിടെ മുളക് പൊടി കുറച്ചിട്ട് പകരം കുരുമുളക് പൊടിയാണ് 2 ടേബിൾ സ്പൂണോളം ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മസാലകളെല്ലാം പൊടിയുമായി നല്ല മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇനി വേവിച്ച് വെച്ച പോർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോർക്ക് നല്ലപോലെ, ഞാൻ മസാലയായിട്ട് പോർക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നല്ലപോലെ മസാലയൊക്കെ ആയിട്ട് മിക്സായി നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ, അതും കൂടി, തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലപോലെ ഒന്നും കൂടി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളകും ഇവിടെ മസാലകളും എല്ലാം ഇതിനകത്ത് കിടന്ന് നല്ല സ്മെല്ലായിട്ടുണ്ട്. കൊത്തുകൂടി ഇട്ട് നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്യും. ഇങ്ങനെ തേങ്ങ കൊത്തും മസാലക്കൂട്ടെല്ലാം ഇട്ട് നമ്മുടെ പോർക്ക് നല്ല പോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ? നമുക്ക് കറി കുറച്ചും കൂടി, നമുക്ക് ഇതിനകത്ത് കറിയായിട്ട് വേണ്ട ആളുകൾക്ക് നമുക്ക് കുറച്ചും കൂടി നമുക്ക് വെള്ളം ഇതിനൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. നല്ല കളറും നല്ലൊരു സ്മെല്ലും. എടുത്ത് ടേസ്റ്റ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ പോർക്ക് റോസ്റ്റ് ചെയ്തവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും അതെന്തായാലും ഒരു തവണയെങ്കിലും പരീക്ഷിച്ച് നോക്കണം. കറക്റ്റാണ്. ടേസ്റ്റും അതിൻ്റെ മസാലയുടെ സ്മെല്ലും അതിൻ്റെ എല്ലാം കറക്റ്റ് നല്ല പാകമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പത്തിരിയുടെ മാവ് കണ്ടോ? പത്തിരി നമ്മൾ മിക്സ് ചെയ്ത് നല്ലോണം ചെയ്ത് വെച്ചല്ലോ, അത് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി അത് പത്തിരിയായിട്ട് ചുട്ടെടുക്കാൻ പോവുകയാണ്. പത്തിരി ചുടാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പത്തിരിക്കായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇനി അതല്ല അല്ലാതെ ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് പത്തിരി വറുത്ത് പോരാൻ ആവശ്യമുള്ള അത്രയും എണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 ലിറ്റർ എണ്ണ മതിയാവും. അപ്പോൾ ഞാനതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വാഴയിലയിലാണ് ഞാനിത് പത്തിരി ചുട്ടെടുക്കുന്നത്. വാഴയിലയിൽ വേറെ ഒന്നുമല്ല, വാഴയിലയ്ക്കകത്ത് നമ്മൾ ഇപ്പോൾ വറുക്കാൻ ഉപയോഗിക്കുന്ന അത് എണ്ണ തന്നെ, സൺഫ്ലവർ ഓയിൽ തന്നെ ഞാൻ എടുത്തത്. അതിനകത്ത് വാഴയിലയിൽ പുരട്ടിയതിന് ശേഷം ചെറിയൊരു ബൗളാക്കിയിട്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിൽ, കണ്ടോ, ഈ ഒരു വലുപ്പം, നമ്മൾ പപ്പടം നോർമലുള്ളൊരു പപ്പടം ഇല്ലേ, പപ്പടത്തിൻ്റെ ആ ഒരു വലുപ്പത്തിൽ ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. വാഴയിലയിൽ നമ്മൾ എണ്ണ പുരട്ടിയിട്ട് അതിനകത്ത് ഈ ഒരു വലുപ്പത്തിൽ ചെറിയ ബോളാക്കിയിട്ട് നമ്മൾ കണ്ടോ, ഈ ഒരു വലുപ്പത്തിൽ ചപ്പാത്തിയൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ബോളില്ലേ, പൂരി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ബോളിൻ്റെ ആ ഒരു വലുപ്പത്തിൽ നമ്മൾ ബോളാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനകത്ത് വെച്ചിട്ട് വേറൊന്നുമില്ല, വേറൊരു വാഴയില ഞാൻ എടുത്തത്. ആ വാഴയില അതേപോലെ തന്നെ നമ്മൾ വീട്ടിലുള്ള ചെറിയൊരു പ്ലേറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പ്ലേറ്റ് മാറ്റുക. പ്ലേറ്റ് മാറ്റിയിട്ട് നമ്മൾ ഈ വാഴയില ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള റൗണ്ട് കിട്ടും. ഇത് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പത്തിരിയുടെ വലിപ്പത്തിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലപോലെ മുരിഞ്ഞ് പൊന്തി വരും. അതിൻ്റെ 2 സൈഡും നല്ലപോലെ മുരിഞ്ഞ് വരും. അപ്പോൾ ലൈറ്റ് ചെറിയൊരു യെല്ലോ കളർ വരുന്ന കഴിയുമ്പോൾ നമ്മളത് തിരിച്ച് മറിച്ച് വിട്ട് മുറിച്ചെടുത്ത് നമ്മൾ വറുത്ത് കോരിയെടുത്താൽ മതി. ഈ ഒരു കളർ കണ്ടോ, ഈ ഒരു 2 സൈഡും കണ്ടോ, ഇത് 2 സൈഡും നല്ലപോലെ പൊന്തിയിട്ടുണ്ട്. നല്ലൊരു കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം.
നമുക്ക് ഇതുപോലെ വാഴയില അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇല്ലേ, പ്ലാസ്റ്റിക് അതിന് കിട്ടാൻ വിഷമമുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ വാഴയില അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ നോർമൽ പ്ലാസ്റ്റിക് കവർ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഇതുപോലെ തടവിയതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് കണ്ടോ, ഒരു പ്ലേറ്റ് വീട്ടിലുള്ള നോർമൽ ഒരു പ്ലേറ്റ് ഒന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി പോർക്ക് റോസ്റ്റും നല്ല നാടൻ പത്തിരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 2 വിഭവങ്ങളാണ്. ഈ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പത്തിരിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ കൂടെ ചിക്കൻ കറി, മട്ടൻ, ബീഫ് എല്ലാം നമുക്ക് അതിൻ്റെ കൂടെ ഉപയോഗിക്കാം. അതുപോലെ സിമ്പിളായിട്ടാണ്, പോർക്കിൻ്റെ റെസിപ്പിയും സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഓക്കെ, താങ്ക് യു.